കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ പന്നിക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വിളവെടുപ്പിന് തയ്യാറായ 1000-ലധികം കപ്പത്തണ്ടുകളാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത്. അടയ്ക്കാക്കുണ്ടിലെ പരതയിൽ സൈദിന്റെ കപ്പ കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. ഏറെക്കാലമായുള്ള കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ മേഖലയിൽ വൻതോതിലാണ് കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. കർഷകർ കൃഷിയിൽ നിന്നും പിൻവാങ്ങുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. വൈദ്യുത വേലിയും പന്നി നിയന്ത്രിത സംവിധാനങ്ങളും സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും കാര്യമായി ഫലം കണ്ടില്ല. ഒറ്റ രാത്രിയിലാണ് 1000-ലധികം കപ്പമുരടുകൾ പന്നികൾ നശിപ്പിച്ചത്. വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇപ്പൊ ഈ വന്യമൃഗശാലകൾക്ക് ഫോറസ്റ്റും ഗവൺമെന്റും ഒക്കെ ഇടപെടുന്നുണ്ടെങ്കിലും ഇന്നും കൃഷിക്കാർ വളരെ ദുരിതത്തിലാണ്. എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്യണമെങ്കിൽ, ഒരു കപ്പ കൃഷി ചെയ്യണമെങ്കിൽ ഒന്നും കഴിയണില്ല. അത്രയും രൂക്ഷമാണ്. നടപടി എടുക്കുന്നുണ്ടെങ്കിലും പോരായ്മകളാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. കാരണം പാവപ്പെട്ട കർഷകർ എന്തെങ്കിലും ചെറുതായിട്ട് കൃഷി ചെയ്താൽ തന്നെ അത് വന്യമൃഗങ്ങൾ ഇറങ്ങി കൂട്ടമായി നശിപ്പിക്കുകയാണ്. അപ്പൊ അത്രയും കൂട്ടങ്ങളുണ്ട്. ഒരു ഒറ്റപ്പെട്ട നടപടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും പോരായ്മകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കർഷകർ അത്രയും ദുരിതത്തിലാണ്. ഈ നാട്ടിലൊരു മനുഷ്യനൊരു കപ്പകിഴങ്ങ് വേണമെങ്കിൽ, കപ്പ വേണമെങ്കിൽ വേങ്ങരുന്നോ തിരൂരുന്നോ വന്നിട്ട് വേണം. ഇത്രയും കൃഷി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ഇതാണ് ഇവിടുത്തെ ദുരവസ്ഥ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.